തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെയാണ് ചന്തു ചന്ദ്രശേഖർ ഉള്ളത്. ചന്തു, കേൾക്കാമോ? ചന്തു ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലസ്ഥാനവാസികളുടെ കൂടുതൽ പ്രതികരണങ്ങൾ ഈ ഒരു 2024 വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ അതൊക്കെ നമുക്ക് തേടാമെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും കെ പി, അത്തരത്തിൽ നമുക്ക് പ്രതികരണങ്ങളിലേക്ക് വരാം. ഇപ്പോൾ കൂടുതൽ തിരക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. ഒരു നഗരം ഉണർന്നു വരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോയി നോക്കാം. എങ്ങനെയാണ് 2023 നഗരവാസികൾക്ക് അനുഭവപ്പെട്ടിരുന്നത് എന്ന് കുറച്ചു പേരെടുത്ത് നമുക്ക് ചോദിക്കാം. അമ്മ, 2023 എങ്ങനെ ഉണ്ടായിരുന്നു? കച്ചവടമൊക്കെ ചെറുതായിട്ട് പോയി, മോശമായിരുന്നു. പിന്നെ ശകലം കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോണം. കുഴപ്പമില്ല. 2023 സന്തോഷമായിരുന്നു. സന്തോഷവും ദുഃഖവും ഉണ്ട്, എല്ലാം ഉണ്ട്. സുഖവും ദുഃഖവും ഒരു മനുഷ്യന് ഉണ്ടാവണല്ലേ, അതേപോലെ ഉണ്ടായി. 2024 എങ്ങനെ കാണുന്നു? ആഘോഷമൊക്കെ ഉണ്ടോ? ആഘോഷമായിട്ട് അങ്ങനെ ഇല്ല, ഇങ്ങനെ പോണ്. ശരി. 2023 വലിയ കുഴപ്പമില്ലാതെ പോയെന്നാണ് അമ്മ പറയുന്നത്. ഇവിടെ ലോട്ടറി വിൽപ്പന നടത്തുന്ന അമ്മയാണ്. ചേട്ടാ, 2023 എന്ന അവസാനമാണല്ലോ, എങ്ങനെയുണ്ടായിരുന്നു 2023? വളരെ മോശമായി പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ മോശമായെന്ന് തോന്നുന്നത്? വണ്ടികൾക്കൊക്കെ ഓട്ടം കുറവാണ്. പിന്നെ ഈ വലിയ നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ ഈ സാധനങ്ങൾക്കൊക്കെ വില വർധനവ് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും അത് നമ്മുടെ ബഡ്ജറ്റിനെയൊക്കെ ബാധിക്കും. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ബഡ്ജറ്റിനെ ബാധിക്കുന്നത് വേറെ ഒന്നുമല്ല. അത് ഇപ്പം സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ട് കുറവാണ്. കേന്ദ്ര സർക്കാർ എന്തെങ്കിലും സഹായിച്ചാലേ ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകത്തുള്ളൂ. ഫണ്ടില്ല, മെയിൻ പ്രോബ്ലം അതാണ്. ട്രഷറിയിൽ പൈസ ഇല്ല. എല്ലാ വികസന കാര്യങ്ങളും സ്റ്റക്കായി നിൽക്കുകയാണ് ഇപ്പോൾ. സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാനില്ല അതിൽ. സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യാനാ? പരിധിയില്ലേ? സംസ്ഥാന സർക്കാരിനും പരിധിയില്ലേ? വരുമാനമില്ല. വരുമാനം ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും നടക്കും. വരുമാനം എങ്ങനെയാ വരുത്തുക? അപ്പോൾ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും സഹായിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനമല്ല സംസ്ഥാന സർക്കാരിൻ്റെ. ചേട്ടൻ അത്തരത്തിലുള്ള അഭിപ്രായമാണ് ചേട്ടൻ പങ്കുവയ്ക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന സർക്കാരിന് വരുമാനം കൊടുക്കുന്നതെന്ന് ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട്. ഈ കച്ചവടക്കാർക്കൊക്കെ സജീവമായി നിൽക്കുന്നുണ്ട്. കാരണം ആൾക്കാർ കൂടുതലായി എത്തുമ്പോൾ ലോട്ടറി പോലെയുള്ള കച്ചവടമായിരുന്നാലും പത്മനാഭസ്വാമിയെ ദർശിക്കുന്നതിന് വേണ്ടി ഉടുത്തു പോകുന്നതിനുള്ള മുണ്ട്, അങ്ങനെ നിരവധി കച്ചവടമുണ്ട്. അമ്മ, 2023 സന്തോഷമായിരുന്നു? കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ കഴിഞ്ഞു പോകണം. പട്ടിണിയില്ലാതെ പോകണം. ഭഗവാന്റെ നട കൊണ്ട് രക്ഷപ്പെട്ടു പോകണം. ഒരല്ലില്ല. ആ നടയിൽ വന്നതിന് ശേഷം നമുക്ക് ഭഗവാൻ കൽപ്പിക്കണമുണ്ട്, നമ്മൾ കുടിക്കണമുണ്ട്. ഒരു കല്ലില്ലാതെ 23 ശുഭം ആയി. 2023 ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ കാര്യം എന്താ? എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ഒരു മോളെ അയച്ചു. അത് ഇവിടം കൊണ്ടല്ല, എങ്കിലും ഇവിടം കൂടെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നല്ല രീതിയിൽ അയച്ചൊരു പാവപ്പെട്ടവൻ്റെ കൂടെ സന്തോഷമായിട്ട് 8 വർഷം കഴിഞ്ഞൊരു കുഞ്ഞ് ജനിച്ച് കുഞ്ഞുമായിട്ട് സന്തോഷമായിട്ടിരിക്കണം. അതാണ് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു കാര്യം. ഡോത്തി, എത്ര വർഷമായി ഇവിടെ ഉണ്ട്? അയ്യോ, ഞാൻ 35 വർഷത്തേക്കുണ്ട്. 35 വർഷമായി പത്മനാഭസ്വാമിയുടെ മുന്നിൽ ഈ മുണ്ട് വിൽക്കുന്ന അമ്മയാണ്. അവർക്ക് 2023 വലിയൊരു സന്തോഷം ലഭിച്ചു. ഇത്തരത്തിൽ സന്തോഷവും സങ്കടവും ഒക്കെ ഇടകലർന്ന പ്രതികരണം തന്നെയാണ് എന്തായാലും തിരുവനന്തപുരത്ത് നിന്നും പങ്കുവയ്ക്കാൻ കഴിയുന്നത്. കൂടുതൽ തിരക്കിലേക്ക് വരുന്നുണ്ട്, കൂടുതൽ ആൾക്കാർ എത്തുന്നുണ്ട്. അവരോട് ചോദിക്കും. ചേട്ടാ, 2023 എങ്ങനെയുണ്ടായിരുന്നു? 2023 വളരെ മോശമാണ്, വളരെ ക്ഷീണം. എന്തുകൊണ്ടാണ് മോശം? എന്തുകൊണ്ടാന്ന് വെച്ചാൽ പിന്നെ നമ്മളെ സർക്കാരിൻ്റെ ഇത് തന്നെ. പിന്നെ ഒന്നാമത് പിന്നെ കോവിഡും അതും ഇതൊക്കെ ആയിട്ട് എല്ലാം കൂടി ആയിട്ട് തന്നെ. പിന്നെ പണിയാതെ വളരെ കുറവാണ്. ചേട്ടാ, എന്ത് ജോലിക്കാണ് പോകുന്നത്? ഞാൻ സെൻട്രിങ്ങിൻ്റെ പണി. പണി കുറവായിരുന്നു? പണി മൊത്തം കുറവാണ്. സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടില്ല 2023? മെച്ചപ്പെട്ടില്ല 2023. 2024 രക്ഷപ്പെടുമെന്ന് വിചാരിക്കാം. ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു 2023? അഷ്ട ക്ഷീണ, ഒരു കാര്യമില്ല. ഈ അടുത്ത ഭരണം മാറി കിട്ടിയ രക്ഷപ്പെടുകയും. ഇത്ര നിരാശ 2023? പണി തപ്പ തൊഴിൽ വേണ്ട നമുക്ക്. തൊഴിലില്ല, ഭയങ്കര ക്ഷീണമാണ്. ഈ 2022 അപേക്ഷിച്ച് 2023 തൊഴിൽ കുറവായിരുന്നു എന്നാണ്? കുറവ് തന്നെയാണ്.
അത് എന്തുകൊണ്ടാണ് അങ്ങനെ കുറവുണ്ടായെന്ന് നോക്കിയിട്ടുണ്ട്? സാധനങ്ങൾക്ക് വില കൂടുതലും പിന്നെ പല പ്രശ്നങ്ങളും സർക്കാരിൻ്റെ എന്താ പോരായ്മ പിടിപ്പേടിനെ അറിയാം. അല്ലാതെ സർക്കാരിന്റെ പിടിപ്പേടി തന്നെ. കാരണം ഒരു ബൈക്ക് മര്യാദയ്ക്ക് പോകാനാവില്ല. പക്ഷെ പൈസ എല്ലാം സ്വീപ്പായി ഇയാള്. അത് തന്നെ, വേറെ പ്രശ്നമൊന്നുമല്ല. ഇത്തരത്തിലാണ് സർക്കാരിനെതിരെ വലിയ വിമർശനം സാധാരണക്കാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം സാമ്പത്തികമായി സാധാരണക്കാരുടെ ജീവിത നിലവാരം അത്ര മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് മാറിയിട്ടില്ല എന്ന ഒരു അഭിപ്രായമാണ് ഭൂരിഭാഗം പേരും നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത്. ഇടകലർന്ന അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ സർക്കാരിനെതിരെയുള്ള വിമർശനം അത് ശക്തമായി തന്നെ സാധാരണക്കാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം സാമ്പത്തികമായി അവർക്ക് വേണ്ടത്ര മെച്ചമൊന്നുമില്ല. അതേസമയം സർക്കാർ ആവശ്യമില്ലാതെ ധൂർത്തും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് റോഡുകളുടെ അവസ്ഥ തീരെ ശോചനീയമാണ്. കാരണം ഇവിടെ നിന്നും ധാരാളം ഓട്ടം പല സ്ഥലങ്ങളിലേക്കും പോക്കറ്റ് റോഡുകളിലേക്കും ഒക്കെ പോകുന്നതാണ്. അപ്പോൾ ആ റോഡുകളുടെ അവസ്ഥ മോശമാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ ബഡ്ജറ്റിനെ ബാധിക്കും, അവരുടെ വാഹനം കേടുവരുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരത്തിൽ സാധാരണക്കാരെ ബാധിക്കുന്ന തരത്തിലേക്കാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇങ്ങനെയാണ്. ചേട്ടാ, 2023 എങ്ങനെ ഉണ്ടായിരുന്നു? 2023 എങ്ങനെ ഉണ്ടായിരുന്നത്? വളരെ കഷ്ടപ്പാടായിരുന്നു. ഇതാ കണ്ടില്ലേ, അമ്മച്ചിനെയൊക്കെ നോക്ക്, അവരൊക്കെ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടാണ്. അതുപോലെ തന്നെ നമുക്കും ഓട്ടോ ഡ്രൈവർമാർക്കും ഇതേപോലെ തന്നെ ട്രാൻസ്പോർട്ടിൽ തന്നെ ഒരുപാട് ഡ്രൈവർമാരും അത് എല്ലാ മേഖലയിലും വളരെ കഷ്ടപ്പാടിലാണ് ജീവിതങ്ങൾ. 2024 പത്മനാഭൻ നടയിൽ നിന്ന് പറയുന്നത് 2024 നല്ലതുപോലെ എല്ലാ ജനങ്ങൾക്കും, ഇപ്പം നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പോൾ ഓട്ടോ ചേട്ടന്മാരടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നമ്മൾ ഈ ഇട റോഡുകളൊക്കെ വളരെ മോശമായി കിടക്കുകയാണ്. ഓട്ടം പോകുന്നത് അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ? ട്രാൻസ്പോർട്ടിൻ്റെ ഇത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഭരണ ഇതിരിക്കുന്ന ട്രാൻസ്പോർട്ടിൻ്റെ ഇതിൽ തന്നെയാണ്. ഒരു റോഡ് ഇടും, ഉടനെ കുഴിച്ചു വാരിയിടും. ചെറിയ റോഡിൽ ഈ വയസ്സുകാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഓട്ടോ വിളിച്ചാൽ പോലും പോകാൻ പറ്റാത്ത കണ്ടീഷനാണ്. കുഴിയിൽ വണ്ടി വീണ് കഴിഞ്ഞാൽ, ഓടയിലും കുഴിയിലൊക്കെ വണ്ടി വീണ് കഴിഞ്ഞാൽ വണ്ടി എങ്ങനെ എടുക്കാൻ പറ്റുന്നത്? അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് റോഡൊക്കെ ശരിയാക്കണം. ഇപ്പോഴും റോഡ് വളരെ മോശമായിട്ട് കിടക്കണം. ആ വലിയ ഭാഗങ്ങളിലൊക്കെ ഈ ഡൊമസ്റ്റിക് എയർപോർട്ടിലോട്ട് പോകുന്ന ആ റോഡൊക്കെ വളരെ മോശമായിട്ടാണ് ഇപ്പോഴും കിടക്കുന്നത്. 2024 ശുഭമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷയാണല്ലോ നമ്മുടെ ജീവിതം. കിഡ്നിയുടെ അസുഖമുള്ള ഭർത്താവ് ഇത് വിറ്റുവാണ് നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ. അറിയാം, 14 വയസ്സായ ഒരു മോൻ, ആ കുട്ടിയെ എവിടെ കൊണ്ടുപോകും ജോലിക്ക്? എവിടെ വീട്? 9 പഠിക്കുന്ന കുട്ടി, ആകെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്. ഇത് വിറ്റൊന്നും ഒരു വിറ്റില്ലെന്ന് വരും. ആർക്കും വേണ്ട, പ്രൈസ് പോലും അങ്ങേര് കൊടുക്കുന്നില്ല. ഒരുപാട് ഇന്നലെയും വരെ ഒരുപാട് ലോട്ടറികൾ എടുത്തതാണ്. ഇതിൽ കറക്റ്റായിട്ട് എടുക്കുന്ന സമയത്ത് ഒരു 100 രൂപയെങ്കിലും ജനങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിലേ വീണ്ടും ഇത് കച്ചവടം പോയാനെ. ഇവൻ്റെ ഒന്നും വാങ്ങുന്നില്ല. കാരണം പ്രൈസ് ഇല്ലാതെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? പ്രൈസ് വളരെ കുറവാണ്. ഒരു ടിക്കറ്റ് ഇന്നെടുത്താൽ നാളെ പ്രൈസ് ഉണ്ടെങ്കിൽ അവർ 7-8 ടിക്കറ്റ് അവരെടുക്കും കേട്ടാ. ഏറ്റവും കൂടുതൽ ടിക്കറ്റ് എടുക്കുന്ന ഓട്ടോ ഡ്രൈവർമാരാ. നിവർത്തിയില്ല, ഒരു പൈസ പോലും ആർക്കും കൊടുക്കുന്ന ഭ്രാന്തന്മാര്. എന്തിനിങ്ങനെ സർക്കാർ ഇങ്ങനെ നടക്കുന്നത്? പാവങ്ങളെ വഞ്ചിച്ചിട്ട് ആ സാമൂഹ്യ പെൻഷൻ പോലും നേരെ കൊടുക്കുന്നില്ല. ഇനിയുണ്ട് 5 മാസത്തെ പൈസ കൊടുക്കാൻ. ഇങ്ങേർക്ക് ഇല്ലാത്തതുകൊണ്ടാണോ കൊടുക്കാത്തത്? തന്നെ പ്രാർത്ഥനയുള്ളൂ. പുതുവർഷമാണ്. ഈ പെൻഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഈ ഡ്രൈവേഴ്സിൻ്റെ, അതായത് യൂണിയൻ ഇത് കണ്ടക്ടർമാരുടെ ഇതിൽ അവർ മാസക്കണക്കിന് വീട്ടിൽ നിന്ന് വന്നിരുന്ന് ജോലി ചെയ്തിട്ട് മക്കളെയും അവരുടെ ഇതിന് ന്യൂ ഇയറെങ്കിലും ആഘോഷിക്കാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാകണം. എല്ലാ ജനങ്ങളും ഈ ന്യൂ ഇയർ ആഘോഷിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. തീർച്ചയായിട്ടും KP അങ്ങനെ ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. 2024 ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിൽ ഒരു പരിഹാരം ഉണ്ടാകണം. സാമ്പത്തികമായി അവർക്ക് മെച്ചമുണ്ടാകണം. ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കണം. ക്ഷേമ പെൻഷൻ മുടങ്ങാതെ അവർക്ക് ലഭിക്കണം. റോഡുകളുടെ ശോചനീയ അവസ്ഥ മാറ്റണം. ലോട്ടറി വിൽപ്പനയിലൂടെ വരുമാനങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതാവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവരൊക്കെയും പറഞ്ഞതുപോലെ തന്നെ ഒരു പുതിയ വർഷം നമുക്ക് മുന്നിൽ എത്തുമ്പോൾ വളരെ പ്രതീക്ഷയുണ്ട്. പക്ഷേ അതേസമയം തന്നെ 2023 കഴിഞ്ഞ വർഷം, ഈ ഒരു വർഷം, പിന്നിടാൻ പോകുന്ന വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുരിതമായിരുന്നു. ഭരണകർത്താക്കൾ എന്ത് ചെയ്യുന്നു? അവരൊക്കെയും ആ ഓട്ടോ ഡ്രൈവറായാലും ലോട്ടറി വിൽക്കുന്ന അവരായിക്കഴിഞ്ഞാലും അവരൊക്കെയും ചോദിക്കുന്നത് ഭരണകർത്താക്കൾക്ക് ആർഭാടപൂർവ്വം ജീവിക്കാൻ പണമുണ്ട്, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തരാൻ പണമില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ പണമില്ല എന്ന് തന്നെയാണ്. ഏതായാലും പത്മനാഭൻ
സംസ്ഥാനത്തെ ഈ ഭരണകർത്താക്കൾക്കും നല്ല ബുദ്ധി നൽകട്ടെ. അവരൊക്കെയും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം അല്ലേ. ഏതായാലും ചന്തു പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു 2023 ആഘോഷ രാവുകൾക്ക് നഗരം ഒരുങ്ങുമ്പോൾ ആ രീതിയിൽ തലസ്ഥാനവാസികൾക്കും നഗരവാസികൾക്കും ഗ്രാമവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു ശുഭദിനത്തെ സ്വാഗതം ചെയ്യാൻ നാളെ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.